വെൽക്കം ബാക്ക് ടു Salesforce മലയാളം. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് യൂസർ. അപ്പോൾ ആരാണ് യൂസർ അല്ലെങ്കിൽ എന്താണ് യൂസർ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സോ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ യൂസർ ഈസ് എനിവൺ ഹു ലോഗ്സ് ഇൻ സെയിൽസ്ഫോഴ്സ്. സെയിൽസ്ഫോഴ്സിലേക്ക് ലോഗിൻ ചെയ്യുന്ന ഏതൊരാളെ നമുക്ക് യൂസർ എന്ന് വിളിക്കാം. ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഒരു സാധാരണ എംപ്ലോയി മുതൽ അതിൻ്റെ CEO വരെ യൂസേഴ്സാണ്. ഓരോ യൂസേഴ്സിനും ഓരോ യൂസർ അക്കൗണ്ട്സ് ഉണ്ട്. ഈ യൂസർ അക്കൗണ്ടിൻ്റെ സെറ്റിങ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ യൂസറിന് ഒരു സെയിൽസ്ഫോഴ്സിനകത്ത് എത്രത്തോളം പ്രിവിലേജസ് ഉണ്ട്, എത്രത്തോളം ആക്സസിബിലിറ്റി ഉണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഒരു CEO ലോഗിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രിവിലേജസും ആക്സസിബിലിറ്റിയും ഒന്നും തന്നെ ഒരു സാധാരണ മാനേജർ ലോഗിൻ ചെയ്യുമ്പോൾ കിട്ടത്തില്ല. സോ ഒരു മാനേജറിനുള്ളത്ര ആക്സസിബിലിറ്റിയോ പ്രിവിലേജസോ ഒന്നും തന്നെ ഒരു സാധാരണ യൂസറിന് കിട്ടത്തില്ല. സോ ഇത് തീരുമാനിക്കുന്നത് ഓരോ യൂസറിൻ്റെ സെറ്റിങ്സ് ആയിരിക്കും. ഓക്കെ, നമുക്കിനി യൂസർ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. സോ നിങ്ങളുടെ ഓർഗിനകത്ത് റൈറ്റ് സൈഡിൽ ഗിയർ ഐക്കൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ സെറ്റപ്പ് പോവുക. ലെഫ്റ്റ് സൈഡിൽ ക്വിക്ക് ഫൈൻഡ് ബോക്സിനകത്ത് നിന്ന് നമുക്ക് യൂസർ എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ യൂസർ ഡീറ്റെയിൽസ് കിട്ടും. അതല്ലെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഡ്രോപ്പ് ഡൗണിനകത്ത് യൂസർ എന്ന് പറയുന്ന ഡീറ്റെയിൽ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. യൂസർ അക്കൗണ്ടിനകത്ത് രണ്ട് തരം ഫീൽഡ്സ് ഉണ്ട്. ഒന്ന് മാൻഡേറ്ററി ഫീൽഡ്സ്, മറ്റൊന്ന് ഓപ്ഷണൽ ഫീൽഡ്സ്. മാൻഡേറ്ററി ഫീൽഡ്സ് എന്ന് പറയുമ്പോൾ ഒരു യൂസറിന് മസ്റ്റ് ആയിട്ടുണ്ടാവേണ്ട വാല്യൂസ് ആണ്. ആ ഫീൽഡ്സ് നമുക്ക് ഫിൽ ചെയ്യാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. മറ്റൊന്നാണ് ഓപ്ഷണൽ ഫീൽഡ്സ്. ഓപ്ഷണൽ ഫീൽഡ്സ് നമ്മൾ കൊടുക്കണമെന്നില്ല, വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ യൂസർ നെയിം എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി ഫീൽഡാണ്. അതായത് ഒരു യൂസറിന് യൂസർ നെയിം ഇല്ലാതെ പറ്റത്തില്ല, അതുകൊണ്ട് അത് മാൻഡേറ്ററി ഫീൽഡാണ്. മറ്റൊന്ന് നോക്കിയാൽ ലാൻഡ് ലൈൻ നമ്പർ. ലാൻഡ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ ഫീൽഡാണ്. അതായത് നിങ്ങൾക്ക് ലാൻഡ് ലൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, നിങ്ങൾക്കത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ ഇതിനെയാണ് നമ്മൾ ഓപ്ഷണൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ യൂസർ അക്കൗണ്ടിനകത്ത് മാൻഡേറ്ററി ഫീൽഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് യൂസർ നെയിം. യൂസർ നെയിം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഏതൊരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിനൊരു പേരുണ്ടാവും. അതാണ് യൂസർ നെയിം. നമ്മളിപ്പം ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു യൂസർ നെയിം ഉണ്ടാവുമല്ലോ. അപ്പം അതുപോലെ തന്നെ ഇതിനകത്തും സെയിൽസ്ഫോഴ്സിലും നമുക്ക് ഒരു യൂസർ നെയിം ഉണ്ടാവും. പക്ഷേ ഇവിടെ സെയിൽസ്ഫോഴ്സിൽ ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ട് യൂസർ നെയിമിന്. ഒന്നാമത്തെ കാര്യം, യൂസർ നെയിം എപ്പോഴും ഒരു ഇമെയിൽ ഐഡിയുടെ ഫോർമാറ്റിലായിരിക്കണം. അതായത് something@something.com എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലായിരിക്കും യൂസർ നെയിം ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം, ഈ യൂസർ നെയിം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് നമുക്ക് യൂസർ നെയിമായിട്ട് ഉപയോഗിക്കാം. കാരണം ഇമെയിൽ അഡ്രസ്സിൻ്റെ അതേ ഫോർമാറ്റിലായിരിക്കും ഒരു യൂസർ നെയിം ഉണ്ടാകുന്നത്. ഇതിൻ്റെ അർത്ഥം ഇപ്പം അതൊരു ഒറിജിനൽ ഇമെയിൽ അഡ്രസ്സ് ആയിരിക്കണമെന്നില്ല. അതായത് നിങ്ങൾക്ക് ഇപ്പം സപ്പോസ് നമ്മുടെ ചാനലിൻ്റെ പേര് സെയിൽസ്ഫോഴ്സ് മലയാളം എന്നാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ salesforcemalayalam@gmail.com എന്നും പറഞ്ഞുകൊണ്ട് ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതേ പേരിൽ ഇപ്പം നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ട് എന്ന് വിചാരിച്ച് അത് തന്നെ ഉപയോഗിക്കണമെന്നില്ല. പകരം എനിക്കിപ്പം salesforcemalayalam1234@gmail.com എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. കാരണം നമുക്ക് അത് ഒറിജിനലായിട്ട് ഇതിനൊരു ഇമെയിൽ അഡ്രസ്സിൻ്റെ ഫോർമാറ്റ് ഉണ്ടാകണമെന്നേ ഉള്ളൂ, അല്ലാതെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം, സെയിൽസ്ഫോഴ്സ് യൂസർ നെയിം എപ്പോഴും യൂണീക്ക് ആയിരിക്കും. അതായത് നിങ്ങളൊരു യൂസർ നെയിം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേറെ എവിടെയും ഒരു ഓർഗിലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ലൈക്ക് ജിമെയിൽ അഡ്രസ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ യൂസർ നെയിം എന്ന് പറയുന്നത് salesforcemalayalam@gmail.com എന്ന് പറയുന്ന യൂസർ നെയിമാണ്. അപ്പോൾ ഈ യൂസർ നെയിം ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും ഈ ഒരു പേരിൽ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ചുരുക്കി പറഞ്ഞാൽ സെയിൽസ്ഫോഴ്സിൻ്റെ യൂസർ നെയിം യൂണീക്ക് ആയിരിക്കും ഓൾ ഓവർ ദ ഗ്ലോബ്. നെക്സ്റ്റ്, ഇമെയിൽ അഡ്രസ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു ഇമെയിൽ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യണം. ഇറ്റ്സ് എ മാൻഡേറ്ററി വൺ. നെക്സ്റ്റ്, യൂസർ ലൈസൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂസർ ലൈസൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു യൂസറിന് സെയിൽസ്ഫോഴ്സിൽ എന്തൊക്കെ ആക്സസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് ഈ യൂസർ ലൈസൻസ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ സെയിൽസ്ഫോഴ്സിന് പേയ്മെൻറ്റ് ചെയ്യുന്നത് ഈ യൂസർ ലൈസൻസിൻ്റെ ബേസിസിലാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സെയിൽസ്ഫോഴ്സിൽ പലതരത്തിലുള്ള യൂസർ ലൈസൻസ് ഉണ്ട്. ഓരോ യൂസർ ലൈസൻസിനും ഓരോ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, സെയിൽസ്ഫോഴ്സ് ലൈസൻസ്, സെയിൽസ്ഫോഴ്സ് ഇൻ്റഗ്രേഷൻ ലൈസൻസ്, സെയിൽസ്ഫോഴ്സ് പ്ലാറ്റ്ഫോം ലൈസൻസ്, ചാറ്റർ ഫ്രീ ലൈസൻസ്, ചാറ്റർ എക്സ്റ്റേണൽ ലൈസൻസ്, അങ്ങനെ പലതരത്തിലുള്ള ലൈസൻസ് ഉണ്ട്. സോ ഈ ലൈസൻസ് ആണ് തീരുമാനിക്കുന്നത് ആ യൂസറിന് സെയിൽസ്ഫോഴ്സിനകത്ത് എത്രത്തോളം പ്രിവിലേജസ് അഥവാ ആക്സസിബിലിറ്റി ഉണ്ടെന്നുള്ളത്. നെക്സ്റ്റ്, പ്രൊഫൈൽ. പ്രൊഫൈലിനെ കുറിച്ച് കുറേ ആളുകൾക്ക് ചെറിയ തെറ്റിദ്ധാരണയുണ്ട്. ചിലർ വിചാരിച്ചിരിക്കുന്നത് പ്രൊഫൈൽ യൂസ് ചെയ്യുന്നത് യൂസറിൻ്റെ ആക്സസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ്. പക്ഷേ ആക്ച്വലി റിവേഴ്സാണ്. ഒരു യൂസറിൻ്റെ ആക്സസിബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഫൈൽ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു യൂസറിൻ്റെ ആക്സസിബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യാനാണ് നമ്മൾ പ്രൊഫൈൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, യൂസർ ലൈസൻസ് ആണ് ഒരു യൂസറിന് സെയിൽസ്ഫോഴ്സിനകത്തുള്ള ആക്സസിബിലിറ്റിയും അഥവാ അതിൻ്റെ പ്രിവിലേജസും എത്രത്തോളം ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഒരു യൂസർ ഉണ്ട്, ആ യൂസറിന് അത്രത്തോളം ആക്സസിബിലിറ്റിയുടെ ആവശ്യം നമുക്ക് കൊടുക്കേണ്ടതില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊഫൈൽ യൂസ് ചെയ്യും. പ്രൊഫൈൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു യൂസറിന് അതിനകത്തുള്ള ആക്സസിബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. സോ തെറ്റിപ്പോകരുത്. മിക്ക ആളുകളും പ്രൊഫൈൽ യൂസ് ചെയ്യുന്നത് ആക്സസിബിലിറ്റിക്കാണെന്ന് പറയുന്നുണ്ട്.
അത് ഓക്കെയാണ്. പക്ഷേ ആക്സസിബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊഫൈൽ യൂസ് ചെയ്യുന്നത്. ഒരിക്കലും ആക്സസിബിലിറ്റി കൂടുതലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. സോ ഈ പ്രൊഫൈലാണ് ഒരു യൂസറിന് ഏതൊക്കെ ഒബ്ജക്റ്റ് ആക്സസ് ചെയ്യാം, ഏതൊക്കെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം, ഏതൊക്കെ ഫീൽഡ്സ് ആക്സസ് ചെയ്യാം, ഏതൊക്കെ റെക്കോർഡ് ആക്സസ് ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കുന്നത്. നെക്സ്റ്റ്, പെർമിഷൻ സെറ്റ്. പ്രൊഫൈലിന് ഓപ്പോസിറ്റ് ആണ് ശരിക്കും പെർമിഷൻ സെറ്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആളുകൾ വിചാരിക്കുന്നുണ്ട് കുറച്ച് പെർമിഷൻസ് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊഫൈൽ യൂസ് ചെയ്യുന്നത്. ശരിക്കും പെർമിഷൻ സെറ്റാണ് ഈ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് പെർമിഷൻ സെറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്കൊരു പ്രൊഫൈൽ ഉണ്ടാവും. ആൻഡ് വൺ മോർ തിങ്, പ്രൊഫൈൽ ഒന്നേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു യൂസറിന് ഒരു പ്രൊഫൈലും ഉണ്ടാകത്തുള്ളൂ. ഒന്നിൽ കൂടുതൽ പ്രൊഫൈൽ നിങ്ങൾക്ക് ഒരു യൂസറിന് അസൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു യൂസറിന് ഒരു പ്രൊഫൈൽ കൊടുത്തു, പക്ഷേ അയാൾക്ക് കുറച്ചുകൂടി ആക്സസിബിലിറ്റി നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പ്രൊഫൈൽ കൊടുക്കാൻ പറ്റത്തില്ല. പകരം എന്തെന്ന് വെച്ചാൽ നിങ്ങളൊരു പെർമിഷൻ സെറ്റ് ക്രിയേറ്റ് ചെയ്യും. അതിനകത്ത് വേണ്ട ആക്സസിബിലിറ്റി കൊടുത്തിട്ട് ആ പെർമിഷൻ സെറ്റ് ആ യൂസറിനെ അസൈൻ ചെയ്യും. അതുപോലെ ഒരു യൂസറിന് ഒന്നിലധികം പെർമിഷൻ സെറ്റ് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. നിങ്ങളൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ആ യൂസറിന് സെയിൽസ്ഫോഴ്സ് പ്ലാറ്റ്ഫോം യൂസർ ലൈസൻസ് അസൈൻ ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ആ യൂസറിന് സെയിൽസ്ഫോഴ്സിനകത്തുള്ള എല്ലാ സ്റ്റാൻഡേർഡ് ഒബ്ജക്ട്സിലും ആക്സസിബിലിറ്റി ഉണ്ടാകുന്നതായിരിക്കും. പിന്നീടാണ് നിങ്ങൾക്ക് പുതിയൊരു റിക്വയർമെൻറ്റ് വരുന്നത്. ആ യൂസറിന് എല്ലാ സ്റ്റാൻഡേർഡ് ഒബ്ജക്ട്സും ആക്സസ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു 2 or 3 സ്റ്റാൻഡേർഡ് ഒബ്ജക്ട്സ് മാത്രമേ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എങ്ങനെ അയാളെ റെസ്ട്രിക്റ്റ് ചെയ്യും? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഫൈൽസ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും. ആ പ്രൊഫൈലിനകത്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്ട്സുകൾ മാത്രം സെലക്ട് ചെയ്യും. അതായത് അദ്ദേഹത്തിന് പ്ലാറ്റ്ഫോം ലൈസൻസ് ഉണ്ട്, പക്ഷേ നമ്മളൊരു പ്രൊഫൈൽ യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആക്സസിബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു റിക്വയർമെൻറ്റ് വന്നിരിക്കുകയാണ്. അതായത് ഇദ്ദേഹത്തെ പോലെ മറ്റ് 10 യൂസേഴ്സിനെ കൂടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും സെയിം ആയിട്ട് 10 യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് സെയിം പ്രൊഫൈൽ അവർക്കെല്ലാം അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ 10 യൂസേഴ്സിനും ഒരേ ആക്സസിബിലിറ്റിയാണ് സെയിൽസ്ഫോഴ്സ് പ്ലാറ്റ്ഫോമിനകത്തുള്ളത്. പെട്ടെന്ന് നിങ്ങൾക്ക് പുതിയ റിക്വയർമെൻറ്റ് വരുന്നു. അതായത് ഈ 10 പേരിൽ ഒരാൾക്ക് മാത്രം മറ്റൊരു ഒബ്ജക്റ്റും കൂടെ ആക്സസ് ചെയ്യണം. അതായത് ഈ 10ൽ 9 പേർക്കും 3 സ്റ്റാൻഡേർഡ് ഒബ്ജക്ട്സും ഒരാൾക്ക് മാത്രം നാലാമത് മറ്റൊരു സ്റ്റാൻഡേർഡ് ഒബ്ജക്ട്സും കൂടെ ആക്സസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവണം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുതിയൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അസൈൻ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഒരാൾക്ക് ഒരു പ്രൊഫൈൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ. അവിടെയാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പെർമിഷൻ സെറ്റിൻ്റെ യൂസ് വരുന്നത്. അപ്പം നമ്മളൊരു പെർമിഷൻ സെറ്റ് ക്രിയേറ്റ് ചെയ്യും. അതിനകത്ത് അദ്ദേഹത്തിന് ഏത് ഒബ്ജക്റ്റാണോ വേണ്ടത് ആ ഒബ്ജക്റ്റ് മാത്രം അസൈൻ ചെയ്തിട്ട് ആ പെർമിഷൻ സെറ്റ് ഈ പെർട്ടിക്കുലർ യൂസറിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ 10 പേർക്കും നേരത്തെ പറഞ്ഞ 3 സ്റ്റാൻഡേർഡ് ഒബ്ജക്ട്സുകൾ മാത്രം ആക്സസ് ചെയ്യുകയും അതിൽ ഒരാൾക്ക് സെപ്പറേറ്റ്ലി ഒരെണ്ണം കൂടി, അതായത് 4 സ്റ്റാൻഡേർഡ് ഒബ്ജക്ട്സ് ആക്സസ് ചെയ്യാനുള്ള പ്രിവിലേജസ് കൊടുക്കുകയും ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, റോൾസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓർഗനൈസേഷൻ്റെ ഹൈറാർക്കി ലെവൽ അനുസരിച്ച് നമ്മൾ അതിൻ്റെ ആക്സസിബിലിറ്റി സെറ്റ് ചെയ്യുന്ന രീതിയാണ് റോൾസ് എന്ന് പറയുന്നത്. റോൾസ് എന്ന് പറയുന്നത് ഒരു മാൻഡറ്ററി ഫീൽഡ് അല്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി. ദാറ്റ് മീൻസ് അതൊരു ഓപ്ഷണൽ ഫീൽഡാണ്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയിൽ ഒരു ടീം ഉണ്ടാവും. ആ ടീമിലൊരു 10 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഈ 10 എംപ്ലോയീസിനും കൂടെ ഒരു ടീം ലീഡ് ഉണ്ടാവും. ഇതേപോലെ കുറേ ടീം ലീഡ്സിന് ഒരു മാനേജർ ഉണ്ടാവും. അതുപോലെ ഈ കുറേ മാനേജേഴ്സിന് ഒരു സീനിയർ മാനേജേഴ്സ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഹൈറാർക്കി ലെവൽ എന്ന് വിളിക്കുന്നത്. സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 5 എംപ്ലോയീസ് അല്ലെങ്കിൽ 10 എംപ്ലോയീസ്, ഈ എംപ്ലോയീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ റെക്കോർഡ്സും അതിന് തൊട്ട് മുകളിലായ ടീം ലീഡ്സിന് കാണാൻ സാധിക്കും, അഥവാ ആക്സസിബിലിറ്റി ഉണ്ടാവും. പക്ഷേ ഈ എംപ്ലോയീസിനൊന്നും തന്നെ അവരുടെ ടീം ലീഡറിൻ്റെ റെക്കോർഡ്സിലേക്ക് ആക്സസിബിലിറ്റി ഉണ്ടാകത്തില്ല. ഇനി ഈ ടീം ലീഡറിനെ പോലെ തന്നെ കുറേ ടീം ലീഡേഴ്സ് ഉണ്ടാവും. ആ ടീം ലീഡേഴ്സ് എല്ലാവർക്കും കൂടി ഒരു മാനേജർ ഉണ്ടാവും. അപ്പോൾ ആ മാനേജറിന് ഈ ടീം ലീഡേഴ്സിൻ്റെയും അതേപോലെ ഈ എംപ്ലോയീസിൻ്റെയും റെക്കോർഡ്സിലേക്ക് ആക്സസിബിലിറ്റി ഉണ്ടാവും. പക്ഷെ അതേസമയം ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഈ എംപ്ലോയീസിന് ഈ ടീം ലീഡറിൻ്റെയോ അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെയോ റെക്കോർഡ്സിലേക്ക് ആക്സസിബിലിറ്റി ഉണ്ടാകത്തില്ല. മറ്റൊരു പ്രധാന കാര്യം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ടീം ലീഡ്സ് ഉണ്ട്. ഈ ടീം ലീഡ്സ് എല്ലാം ഒരേ പൊസിഷനിൽ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് പരസ്പരം ആക്സസിബിലിറ്റി ഉണ്ടാവില്ല. അതായത് ഇത് വർക്ക് ചെയ്യുന്നത് ഹൈറാർക്കി ലെവൽ അനുസരിച്ചാണ്. നെക്സ്റ്റ്, അലൈസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലർ യൂസർ നെയിം ഒരുപാട് വലുതായിരിക്കും. ഇപ്പം നമ്മുടെ യൂസർ നെയിം തന്നെ സെയിൽസ്ഫോഴ്സ് മലയാളം എന്നാണ്. അപ്പോൾ ഈ റെക്കോർഡ്സിനകത്തും അതുപോലെ തന്നെ ഈ പേജ് ലേഔട്ട്സിനകത്തും ഒക്കെ ഇത്രയും വലിയൊരു പേര് ഇടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സെയിൽസ്ഫോഴ്സ് തന്നെത്താനെ ഇതൊന്ന് റീഷേപ്പ് ചെയ്യും, എന്നതൊന്ന് ചെറുതാക്കും. അതിനെയാണ് നമ്മൾ അലൈസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സെയിൽസ്ഫോഴ്സ് മലയാളം ആണെങ്കിൽ അവരതിനെ SM എന്ന് വിളിക്കും ഷോർട്ടായിട്ട്. അടുത്തത്, ഈ സെയിൽസ്ഫോഴ്സിന് അത് എത്ര യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മുടെ യൂസർ ലൈസൻസും അതുപോലെ തന്നെ നമ്മൾ ഏത് എഡിഷനാണോ പർച്ചേസ് ചെയ്തേക്കുന്നത് അത് രണ്ടുമാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു സമയം 10 യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സെയിൽസ്ഫോഴ്സ് യൂസർ അക്കൗണ്ടിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സെയിൽസ്ഫോഴ്സ് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നെക്സ്റ്റ്, ഡേറ്റ സെക്യൂരിറ്റി.
സെയിൽസ്ഫോഴ്സ് ഡേറ്റ സെക്യൂരിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.